വി കെ പ്രശാന്തിന്റെ MLA ഓഫീസിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം ഏറ്റെടുക്കാതെ BJP. ശ്രീലേഖയും പ്രശാന്തും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുറത്ത് ചോദിച്ചതാണെന്നാണ് തിരുവനന്തപുരം മേയർ വി രാജേഷ് പ്രതികരിച്ചത്. ഓഫീസ് ഒഴിയാമോ എന്ന് MLAയോട് അപേക്ഷിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു ശ്രീലേഖയുടെ പ്രതികരണം. സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോയെന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോളിൽ. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ആണ്, ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാനൊരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. എൻ്റെ ഫോണിൽ റെക്കോർഡില്ല, പക്ഷേ എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. MLA ക്വാർട്ടേഴ്സ് തൊട്ടടുത്താണ്. അദ്ദേഹത്തിന് വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും. കൗൺസിലർക്ക് അങ്ങനെയല്ല. കൗൺസിലർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിലേ ഇരിക്കാൻ പറ്റുള്ളൂ. ഈ കൗൺസിലറിന്റെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതേ ഉള്ളൂ. മധുസൂദനൻ നായർ അത് അദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്തായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിൽ വരും. എന്റെ വീട് ഈ കൗൺസിൽ പരിസരത്തല്ല, ഈ വാർഡിലല്ല. അതുകൊണ്ട് എനിക്ക് ഓഫീസ് ഇവിടെ വേണം. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ. എന്നാൽ ശ്രീലേഖയുടെ അനുനയ ശ്രമത്തിനിടയിൽ നിലപാട് കടുപ്പിക്കുകയാണ് MLA വി കെ പ്രശാന്തും CPIM-ഉം. വാടക കാലാവധി തീരും വരെ ഓഫീസ് ഒഴിയില്ല എന്ന് MLA വ്യക്തമാക്കി. ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ് ശ്രീലേഖ നടത്തിയതെന്ന് മന്ത്രിമാരായ MP രാജേഷും V ശിവൻകുട്ടിയും പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും ഒഴിയണം എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ഓഫീസ് നിലവിൽ റെന്റ് എടുത്തിരിക്കുന്ന നിയമപ്രകാരം മാർച്ച് മാസം വരെ കാലാവധിയുള്ള MLA നിലയ്ക്ക് അല്ലെങ്കിൽ വാടകക്കാരനെന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും പറ്റില്ലെന്ന് പറയണ്ടേ. അപ്പോൾ അഭ്യർത്ഥനയായാലും യാചനയായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി നമ്മൾ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്നെ നേരിട്ട് കണ്ടപ്പോഴും ചോദിച്ചതാണ്, അവിടെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഇവിടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒരു തകരാറും ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാനും പോകുന്നില്ല. കാരണം രണ്ടുപേരും ജനപ്രതിനിധികളാണ്. കൗൺസിലറെ കാണാൻ വരുന്നവർ MLA ഓഫീസിൽ കയറിയതെന്ന് പറഞ്ഞ് ഞാൻ വേറെ ഇറക്കി വിടാൻ പോകുന്നില്ല. യാചന സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഞാൻ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകണോ? കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം 31 വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങേയറ്റം മര്യാദയില്ലാത്ത, ജനാധിപത്യ മര്യാദ പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഒരു നടപടിയായി പോയി. പത്രത്തിലെ ഞാൻ വാർത്ത കണ്ടത് ശരിയാണെങ്കിൽ BJP ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി. 5 വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഒരു അഭ്യർത്ഥനയാണ് ശ്രീലേഖ നടത്തിയതെങ്കിലും അതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിൽ കലാശിച്ചു നിൽക്കുകയാണ്. അത് CPM ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് രൂക്ഷമായ പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ BJP ഇത് കാര്യമായി ഏറ്റെടുക്കുന്നില്ല എന്നതാണ് മേയറുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ പുറത്തുണ്ടായ പ്രശ്നം അത് വിവാദമാക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോൾ V രാജേഷ് സ്വീകരിച്ചു കണ്ടത്. തീർച്ചയായിട്ടും വിനീത, BJPക്ക് ആ വിഷയം ഏറ്റെടുത്ത് കൂടുതൽ വഷളാക്കാനുള്ള താല്പര്യമില്ല എന്നുള്ളത് തന്നെ രാവിലെ മുതൽക്ക് മനസ്സിലാകുന്നതാണ്. കാരണം ശ്രീലേഖയാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽക്ക് തന്നെ, അതായത് ശ്രീലേഖ ഒരു വിഷയം സ്വാഭാവികമായിട്ടും ഉയർത്തിക്കഴിഞ്ഞാൽ അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഏത് നേതാവ് ആ വിഷയം ഉയർത്തിക്കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികഗതിയിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് ഉണ്ടായില്ല. രാവിലെ മുതൽക്ക് തന്നെ വി കെ പ്രശാന്തിനെ പിന്തുണച്ചുകൊണ്ട് മന്ത്രിമാരും മറ്റ് CPM നേതാക്കളും എല്ലാം തന്നെ രംഗത്ത് വന്നപ്പോൾ ഇപ്പുറത്ത് ശ്രീലേഖ മാത്രമായിരുന്നു, ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അതായത് ശ്രീലേഖ ഉയർത്തിയിട്ടുള്ള വിഷയം അത് അനാവശ്യമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി BJPക്കുള്ളിലുണ്ട്. കാരണം ഇത് മുൻപും BJPയുടെ കൗൺസിലർ അതായത് S മധുസൂദനൻ നായർ ശാസ്തമംഗലത്ത് കൗൺസിലർ ആയിരുന്ന കാലഘട്ടത്തിൽ 5 വർഷവും അതേ ഓഫീസ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്നൊന്നും തന്നെ എതിർപ്പ് ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. അതിന് ശ്രീലേഖ പറയുന്ന ആ ഒരു ന്യായം എന്ന് പറയുന്നത് ഈ മധുസൂദനൻ നായരുടെ വീട് എന്ന് പറയുന്നത് അതേ വാർഡിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് ജനങ്ങളെ കാണാൻ കഴിയും, അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അങ്ങനെ ഒരു ഓഫീസിന്റെ ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് എന്ത് തന്നെ ആയാലും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു തരത്തിലുള്ള അവസരം പോലും ഈ ഓഫീസിന്റെ പേരിൽ ഉയർന്നു കേട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ശ്രീലേഖ വന്നു കയറി, അതായത് ഓഫീസിൽ ചെന്ന് ഇരുന്നില്ല, അതിനു മുൻപ് തന്നെ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുന്നത് അത് അത്ര ഗുണകരമാവില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് BJP അത് പിന്നീട് ഏറ്റുപിടിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുതിയ മേയറായിട്ടുള്ള V രാജേഷ് നേരിട്ടെത്തിക്കൊണ്ട് അത് അവർ തമ്മിലുള്ള ഒരു സൗഹൃദപരമായ സംഭാഷണമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിഷയം അവിടെ
അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ CPM-ഉം ഒപ്പം തന്നെ VK പ്രശാന്തും അവിടെ ശക്തമായ നിലപാട് തന്നെ ആവർത്തിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് തുടർന്ന് ആ നിലപാട് ആവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരുടെ കയ്യിൽ ഇതിന്റെ തെളിവുകളുണ്ട്. അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇത് ഔദ്യോഗികമായി അംഗീകരിച്ച ഒരു വാടക കെട്ടിടമാണ്, അല്ലെങ്കിൽ ആ മുറി അതിനുവേണ്ടി അനുവദിച്ചതാണ്. അതിന്റെ രേഖകൾ അടക്കമുണ്ട്. അത് കോർപ്പറേഷനിലുണ്ട്. കോർപ്പറേഷന്റെ അജണ്ട യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മിനിറ്റ്സിലുണ്ടായിരുന്നു. അതിന്റെ രസീതുകൾ, ഈ വാടക അടച്ചതിന്റെ രസീതുകൾ MLA ഓഫീസിലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും തങ്ങൾക്കുണ്ടാവില്ല എന്നുള്ളത് VK പ്രശാന്തിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ നിലപാട് ആവർത്തിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും പ്രതികരണങ്ങൾ നടത്താനും ഒപ്പം തന്നെ ശ്രീലേഖയ്ക്കെതിരെയും BJP-ക്കെതിരെയും കോർപ്പറേഷനെതിരെയും ഒരു ആക്രമണം അഴിച്ചുവിടാനും കഴിയും. കാരണം കോർപ്പറേഷൻ ഭരണം BJP ഏറ്റെടുത്തതിന് പിന്നാലെ അവർ നടത്തിയിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ MLA ഒഴിപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ളതാണ് പല മന്ത്രിമാരും, MP രാജേഷ് അടക്കമുള്ള, കടകംപള്ളി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ആരോപിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ശ്രീലേഖ അവസാന ഘട്ടത്തിൽ, അതായത് ഈ MLA ഓഫീസ് കൗൺസിൽ ഓഫീസിൽ ഇരിക്കുന്ന അതേ കെട്ടിടത്തിലേക്ക് വന്നുകൊണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ചെങ്കിലും പക്ഷേ അവിടെ വെച്ചുകൊണ്ട് ഇതെന്റെ അനിയനാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആ വിഷയം തൽക്കാലം അവിടെ കോംപ്ലിമെന്റ്സ് ആക്കാൻ നോക്കുന്ന ഒരു ശ്രമവും നമ്മൾ കാണുകയുണ്ടായി. വിനീത. ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.